കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ കർബല. ഇറാഖിലെ കർബല എന്ന ചെറുനഗരത്തിനും കൊല്ലത്തെ കർബല എന്ന കവലയ്ക്കും തമ്മിൽ ബന്ധമുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളായ ബ്രിട്ടീഷ് സൈനികർ തമ്പടിച്ചിരുന്ന മൈതാനമാണ് കൊല്ലത്തെ കർബല. ഷിയാകളുടെ പുണ്യനഗരമായ ഇറാഖിലെ കർബലയോടുള്ള ആദര സൂചകമായാണ് ഈ പ്രദേശത്തിന് കർബല എന്ന പേര് നൽകപ്പെട്ടത്. പട്ടാളക്കാർ ഇവിടെ പള്ളി സ്ഥാപിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു പോന്നു. ഇറാഖിലെ കർബലയിൽ AD 7-ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹള ഷിയാകളുടെ സമൂലനാശത്തിന് വഴിയൊരുക്കി. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജാമാതാവും 4ാമത്തെ ഖലീഫയുമായ അലിയെ AD 661 സുന്നി വിഭാഗക്കാർ കൊലപ്പെടുത്തി. തുടർന്ന് ഉമയ്യദ് ഖലീഫയായി സ്ഥാനമേറ്റെടുത്തു. ഷിയ നേതാവും അലിയുടെ മകനുമായ ഹുസൈൻ ഇബ്നു അലിയും അനുയായികളും ഉമയ്യദിന്റെ സ്ഥാനാരോഹണത്തെ എതിർത്തു. അലിയുടെ മക്കളാണ് മുഹമ്മദ് നബിയുടെ യഥാർത്ഥ പിന്മുറക്കാരെന്നും അവർക്കാണ് ഖലീഫ പദവിക്ക് അർഹതയെന്നുമുള്ള വാദത്തിലായിരുന്നു തർക്കം. ഷിയാകൾ ഹുസൈനെയാണ് പ്രവാചകന്റെ പിൻഗാമിയായി അംഗീകരിച്ചത്. AD 680 ഹുസൈനും കുടുംബവും യസീദിനാൽ വധിക്കപ്പെട്ടു. ഹുസൈനെ കർബലയിലും അച്ഛൻ അലിയെ ആർത്താജയിലുമാണ് സംസ്കരിച്ചത്. കർബലയിലെ ഹുസൈൻ്റെ ശവകുടീരം കാലക്രമണത്തിൽ ഷിയാകളുടെ ആരാധന കേന്ദ്രമായി വികസിച്ചു. AD 1801 കർബലയിൽ വഹാബി വിഭാഗക്കാർ ആക്രമണം നടത്തി. നശിപ്പിക്കപ്പെട്ട ആരാധനാലയം ഷിയകൾ പിന്നീട് പുതുക്കിപ്പണിതു. പിന്നീട് ഇറാഖിനെതിരായ അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സൈനിക ആക്രമണത്തിൽ ഇറാഖിലെ കർബല എന്ന ഈ ചരിത്ര നഗരി നാമാവശേഷമാക്കപ്പെട്ടു. ഇതാണ് ഇറാഖിലെ കർബലയുടെ ചരിത്രം. സ്വർണ്ണ താഴികക്കുടവും കോപുരങ്ങളുമുള്ള ഇവിടം ഇസ്ലാമിക വാസ്തുവിദ്യ കലയുടെ മകുട ഉദാഹരണം കൂടിയാണ്. ഇറാഖിലെ ഷിയാകൾ ഹജ്ജ് തീർത്ഥാടനം തുടങ്ങുന്നത് കർബലയിൽ നിന്നാണ്. കൊല്ലത്തെ കർബലയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം 1912 പിൻവാങ്ങിയിരുന്നു. ഇപ്പോൾ കർബല ട്രസ്റ്റിന്റെ അധീനതയിലാണ് കൊല്ലത്തെ കർബല എന്ന ഈ സ്ഥലം. വർഷങ്ങളായി ഇവിടെ കർബല ദിനവും ആചരിക്കപ്പെടുന്നുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.